ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 13. പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ. ശ്ലോകം 23. ഉപദ്രഷ്ടാനുമന്താ ച ഭർത്താ ഭോക്താ മഹേശ്വരഃ പരമാത്മേതി ചാപ്യുക്തോ ദേഹേസ്മിൻ പുരുഷഃ പരഃ. വിവർത്തനം. ഇന്ദ്രിയാതീതനായൊരു ഭോക്താവുണ്ട്. ഈ ശരീരത്തിൽ സർവാധിപതിയും ഉപദ്രഷ്ടാവും അനുമതിദായകനുമായ ആ പരമപുരുഷനെ പരമാത്മാവെന്ന് പറയുന്നു. ഭാവാർത്ഥം: എപ്പോഴും വ്യക്തിഗത ജീവാത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന പരമാത്മാവ് ഭഗവാന്റെ പ്രതിനിധിയാണെന്ന് ഇവിടെ പ്രസ്താവിക്കുന്നു. സാമാന്യനായ ഒരു ജീവസത്തയല്ല ഈ പരമപുരുഷൻ. അദ്വൈതികളുടെ ദൃഷ്ടിയിൽ ക്ഷേത്രജ്ഞൻ ഒന്നേയുള്ളൂ. ജീവാത്മാ പരമാത്മാക്കൾ വ്യത്യസ്തരല്ലെന്നാണ് അവരുടെ വാദം. സത്യം വ്യക്തമാക്കാനാണിവിടെ ഭഗവാൻ താൻ പരമാത്മാവായി എല്ലാ ശരീരങ്ങളിലും കുടികൊള്ളുന്നുവെന്ന് പ്രസ്താവിച്ചത്. വ്യക്തിഗത ജീവാത്മാവിൽ നിന്ന് ഭിന്നനാണ് അദ്ദേഹം. പരൻ അതീന്ദ്രിയൻ കൂടിയാണ്. വ്യക്തിഗത ജീവാത്മാവ് ഒരു പ്രത്യേക ക്ഷേത്രത്തിലെ പ്രവർത്തനങ്ങളെ അനുഭവിക്കുന്നു. എന്നാൽ ശാരീരിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന പരിമിതി പൂണ്ട ഒരു ഭോക്താവല്ല പരമാത്മാവ്. പിന്നെയോ സാക്ഷിയും ഉപദ്രഷ്ടാവും അനുമതിദായകനും പരമോപഭോക്താവുമത്രേ. അദ്ദേഹം ആത്മാവല്ല, പരമാത്മാവാണ്, ഇന്ദ്രിയാതീതനുമാണ്. ആത്മാവും പരമാത്മാവും ഒന്നല്ല എന്നത് സുവ്യക്തമാണ്. പരമാത്മാവിന് സകല ദിക്കുകളിലും കൈകാലുകളുണ്ട്. വ്യക്തിഗത ജീവാത്മാവിന് അതില്ല. സർവേശ്വരനായ പരമാത്മാവ് വ്യക്തിഗത ജീവാത്മാവിന് അഭീഷ്ടഭോഗങ്ങൾ കൈവരുത്താൻ വേണ്ടി ഹൃദയത്തിൽ വാണരുളുകയാണ്. ഭഗവാന്റെ അനുമതിയില്ലാതെ ജീവന് യാതൊന്നും ചെയ്യാൻ പറ്റില്ല. വ്യക്തിഗത ആത്മാവ് ഭുക്തനും ഭഗവാൻ ഭോക്താവ് അഥവാ പരിപാലകനുമാണ്. എണ്ണമറ്റ ജീവാത്മാക്കളുടെ കൂടെ അവയോടൊപ്പം സുഹൃത്തെന്ന നിലയിൽ വാഴുന്നു പരമാത്മാവ്. ഓരോ വ്യക്തിഗത ജീവാത്മാവും പരമപുരുഷന്റെ ഒരംശം മാത്രമാണ്. അത്യന്തം ഗാഢമാണ് അവർക്കുള്ള സുഹൃത്ത് ബന്ധം. എങ്കിലും പ്രകൃതിയെ സ്വാധീനിക്കാനുള്ള ശ്രമത്തിൽ ഭഗവത് നിർദ്ദേശത്തെ തള്ളിക്കളഞ്ഞ് തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കാനുള്ള പ്രവണതയുണ്ട് ജീവന്. ഈ പ്രവണത ഉള്ളതുകൊണ്ടാണ് അതിന് ഭഗവാന്റെ തടസ്ഥ ശക്തിയെന്നു പേർ വന്നതും. ജീവാത്മാവിന് ഭൗതിക ശക്തിയിലോ ആധ്യാത്മിക ശക്തിയിലോ നിലയുറപ്പിക്കാൻ കഴിയും. ജീവാത്മാവ് ഭൗതിക ശക്തിയുടെ സ്വാധീനതാ വലയത്തിൽ അകപ്പെട്ടിരിക്കുന്ന കാലത്തോളം തൻ്റെ സുഹൃത്തായ പരമാത്മാവിൻ്റെ രൂപത്തിൽ പരംപുരുഷനായ ഭഗവാൻ അവനെ ആധ്യാത്മിക ഗതിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുവാനായി കൂടെ വാഴുന്നു. ജീവാത്മാവിനെ ആധ്യാത്മിക ശക്തിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനാണ് ഭഗവാന് ഔത്സുക്യം. എന്നാൽ തനിക്കുള്ള മിതമായ സ്വാതന്ത്ര്യത്തെ മുൻനിർത്തിക്കൊണ്ട് ജീവൻ ആധ്യാത്മിക തേജസ്സിനോടുള്ള സമ്പർക്കത്തെ തുടർച്ചയായി തള്ളിക്കളയുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ ഈ ദുരുപയോഗം തന്നെ ബദ്ധമായ അവസ്ഥയിൽ ജീവാത്മാവിനെ നേരിടുന്ന ഭൗതിക ക്ലേശങ്ങൾക്ക് കാരണം. ഭഗവാനാകട്ടെ ഉള്ളിൽ നിന്നും പുറമേ നിന്നും ഒരുപോലെ നിർദ്ദേശങ്ങൾ നൽകിപ്പോരുന്നു. പുറമേ നിന്ന് ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെയുള്ള നിർദ്ദേശങ്ങൾ, ഉള്ളിൽ നിന്നോ ഭൗതിക ലോകത്തിൽ താൻ ചെയ്യുന്ന കർമ്മങ്ങൾ യഥാർത്ഥത്തിൽ സന്തുഷ്ടി ഉളവാക്കുകയില്ലെന്ന് ജീവാത്മാവിനെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതെല്ലാം ഉപേക്ഷിച്ച് എന്നിൽ വിശ്വസിക്കൂ, എന്നാൽ നിനക്ക് സന്തുഷ്ടി നേടാം എന്ന് പരമാത്മാവ് മന്ത്രിക്കുന്നു. പരമാത്മാവായ ഭഗവാനിൽ വിശ്വാസമർപ്പിക്കാൻ സാധിച്ച ബുദ്ധിമാനായ മനുഷ്യന് സച്ചിദാനന്ദാത്മകമായൊരു ജീവിതത്തിലേക്ക് പുരോഗമിക്കാം. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.